ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നാഗ്പൂരിൽ നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് ഗോതമ്പ് കയറ്റി പോകുന്നതാണ്. അപ്പോൾ അതിന് രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കൂടെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. രാവിലത്തെ ടിഫിൻ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. എന്തോ ആൾക്കാർ കണ്ട് തെങ്ങുണ്ട്, രണ്ട് പൂരി വാങ്ങി ഞങ്ങളുടെ കഴിച്ചൂടെ ഇതൊക്കെ തന്നെയുള്ള 5 സ്റ്റാർ. നമ്മൾ വെറുതെ പൊട്ടന്മാരവരിങ്ങനെ നയിച്ച് പണിയെടുക്കുക. ഇവിടെയൊക്കെ ഓരോ സ്റ്റോപ്പിൽ വണ്ടിക്കാണ്, അപ്പോൾ സൈഡിലൊക്കെ ഉണ്ട്. പ്രാവശ്യം നമ്മുടെ നാട്ടിലെടുക്കില്ലല്ലോ ഈ പരിപാടി. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കടട്ട മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അപ്പം ഉണ്ടാവും. പിന്നാലെ പണ്ടാരോ പറഞ്ഞ മാതിരി നയിച്ചുന്ന പഞ്ചായത്തും കട്ടുന്ന പോലീസും പോലീസുകാരയക്കൂല. അതാണ്. അപ്പം നമ്മൾ ആന്ധ്ര പേനുകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് കിയാ കമ്പനീൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കിയാ കമ്പനി. ഏതായാലും അടാറ് കമ്പനിയാണ്. ഫുള്ള് പാർക്കിംഗാണ്. ഇത്രങ്ങാനും ദൂരാണ് അങ്ങനെ നീണ്ടു കിടന്ന് കിടക്കുന്നത് കമ്പനി. ചുറ്റുഭാഗം മല, കാറ്റാടികളെങ്ങനെ കറങ്ങിയിട്ട് വേഗം റെയിൽവേ ക്രോസിന് ചാടിയില്ലേ അല്ലറടിക്കുന്നുണ്ട്. റെയിൽവേ ക്രോസ് പടയും. ഇത് പേനകൊണ്ട ഇപ്പോൾ പണി കഴിഞ്ഞ് ഓപ്പണായ മേൽപ്പാലാണ്. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടിനെ ഇത് കൂടെ പോകാൻ, ബ്ലോക്കായി. ഇപ്പം ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ തുറന്നുകൊണ്ടേ. പാലം വീതി കുറവാണ്. നമ്മൾ അങ്ങാടിപ്പുറം പാലത്തിന് വീതിയേ ഉള്ളൂ, എന്നാലും ബ്ലോക്കില്ലാതെ പോകാം. ഇവിടെയൊക്കെ സിംഗിൾ റോഡാണ്, ഇപ്പോഴൊക്കെ ഡബിൾ റോഡായി ഉഷാറായി. കോണാപ്പുറം ഓരോരോ സ്ഥലപ്പേര്. നമ്മളിപ്പോൾ കർണാടക ആന്ധ്ര ബോർഡറിലാണ്. കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നമുക്ക് ഗുണ്ടൽപ്പെട്ടക്ക് എത്താനുള്ള ഡീസൽ അടിക്കണം. ഒരു 100 ലിറ്റർ ഡീസൽ അടിക്കണം പറഞ്ഞു. നമുക്ക് ഗുണ്ടൽപ്പെട്ടക്ക് എത്താം. ഒരു 300 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഭാരത് ബെൻസ് ആയതുകൊണ്ട് ചെറിയ ടാങ്ക് ആയതാണ്. 360 ലിറ്റർ ഭാരത് ബെൻസിൽ കൊള്ളുള്ളൂ. എന്നാൽ ലെയ്ലൻ്റെ ആണെങ്കിൽ 460 കൊള്ളും. പിന്നെ ഗുണ്ടൽപ്പെട്ടക്ക് എത്തും. ലെയ്ലൻ്റെ ഒക്കെയാണ്. ഭാരത് ബെൻസ് ഇപ്പോൾ അതുകൊണ്ട് എത്തൂല. ഒരു 100 ലിറ്റർ ഡീസൽ അടിച്ചിട്ട് ഗുണ്ടൽപ്പെട്ടക്ക് എത്തിയിട്ട് ബാക്കിയൊന്ന് ഫുള്ളാക്കരുത്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ ഫുള്ളടിച്ച് പോകുന്നതാണ് ഡീസൽ. തുംകൂരാണ്, തുംകൂര്. നമ്മളെ പോക്കും വരവൊക്കെ രാത്രിയല്ലേ ഇതിൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ വലിയ ബുദ്ധിമുട്ട് അലമ്പുണ്ടാവില്ല. ഇവിടെ കൊഴിഞ്ഞ് കിടക്കലില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. നമ്മൾ നേരത്തെ പോകുന്നതുകൊണ്ട് മുമ്പ് നോ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. രാവിലെ 8 മണി ഇതിൽ വരാൻ പാടില്ലല്ലോ. അന്ന് അതിലൊക്കെ ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞത്. ബൈപ്പാസ് എന്നല്ല, ഒരു ചെറിയ പഞ്ചായത്ത് റോഡിനൊക്കെ ചാടിക്കടന്ന് അത് പറ്റിയത്. അങ്ങനെ റൗണ്ട് ചുറ്റണം. അതല്ലാതെ നദി കൂടെ ഈ റൗണ്ട് ഇവിടെ നമ്മൾ സീനിൽ വന്നില്ലേ, ബസ് സിഗ്നൽ കയറിയില്ലേ, അവിടെ എത്തുന്ന റോഡുണ്ട്.
തുമാക്കൂർ സിറ്റി കോർപ്പറേഷൻ. അതിൻ്റെ ഇടയിൽ കൂടെ ബസ്സും വരുന്നുണ്ട്. എന്നാലും കുറച്ചൊരു തിരക്ക് കുറവ് തന്നെയാണ്. ഈ നേരം ഒരു 3:30 നേരമായതുകൊണ്ട് കുറച്ചൊരു കഴിഞ്ഞാൽ ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ തന്നെ ഭയങ്കര തിരക്കൊക്കെ. ഭായിമാരെ ഏരിയാണ്. ആ പല സ്ഥലത്തും സിയാറത്ത് വരുന്നുണ്ടോ പള്ളിക്കൊക്കെ? അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പോൾ ഗുണ്ടൽപ്പെട്ട പമ്പിലെത്തിയിട്ടുണ്ട്. ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാർഡ് ബിൾ ഫില്ലാക്കി, ഇനി ഡീസൽ ഫില്ലാക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് കുളിച്ചിട്ട് ഫ്രഷായിട്ട് വേണം ഇനി പോകാൻ. ഇനിയിപ്പോൾ പോകാനുള്ള കാട്ടു പോയി കിടക്കാനുള്ളതാണ്. നമുക്ക് കാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8:50 9 മണിക്ക് കാർഡ് ഇറക്കും. 20 കിലോമീറ്റർ ഓടാണ്ട് ഇവിടുന്ന്. അപ്പോൾ കാർഡ് കിട്ടൂല. അപ്പോൾ കാർഡ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ പോകുന്നതാണ്. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, രാവിലെ ടിഫിൻ കഴിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഡീസൽ അടിച്ച് കുളിച്ച് ഫ്രഷായിട്ട് കാർഡിൻ്റെ അവിടെ പോയിട്ട് കിടക്കണം. ഇന്നിപ്പോൾ ഒരു ദിവസമാണ് പോയി കിട്ടുക, ആ കാർഡ് കിട്ടാത്തൊരൊറ്റ കാരണത്താൽ. വയനാട് വൈത്തിരിയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ഗ്രീസ് അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ. നമ്മൾ ഗുണ്ടൽപ്പെട്ട നിന്നാണ് ഗ്രീസ് അടിക്കൽ. ഗുണ്ടൽപ്പെട്ട രാത്രി ആയതുകൊണ്ട് ഗ്രീസ് കിട്ടിയിട്ടില്ല. ഡീസലും ആഡ്ബ്ലൊക്കെ അടിച്ചാണ് ഇങ്ങനെ പോകുന്നതാണ്. കാട്ടിൽ നിർത്തിയിട്ട് ഇവിടെ ഗ്രീസ് അടിക്കണ ഒരു ഏട്ടുണ്ട്. ഈ ജീപ്പ് ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്രീസ് അടിക്കാൻ. ഒരു ചായ എന്തെങ്കിലും കുടിക്കണം പറഞ്ഞ് ഗ്രീസ് അടിക്കുമ്പോൾ ചായ കുടിക്കാതിൽ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ താമരശ്ശേരി ചുരം ബ്ലോക്കാണ്, കണ്ടില്ലേ? കർണാടക വണ്ടിയാണ് ഇപ്പോൾ. അങ്ങനെ തിരികെ കയറി വരുന്നേ ബ്ലോക്കിൻ്റെ അടിക്കും. ആ സൈഡിൽ വണ്ടി കാണുന്നുണ്ടോ? കാണുന്നില്ല. അടിയിട്ട് അതൊക്കെ ഇങ്ങനെ കിടാവുന്നുണ്ട്. ചെറിയ തല അങ്ങനെ കാണുന്നുണ്ട്. ബസ്സൊന്നും ഒടിഞ്ഞു കിട്ടണില്ല. ആ ടേണിങ്ങിൽ വണ്ടിയിടാൻ പാടില്ല. എന്തല്ലോ ബസ്സിന് ഗ്യാപ്പായി വരുന്നുണ്ട്. 6-ാം വളവിൽ കട്ടൻസ് ലോറി മറിഞ്ഞിക്കണെന്ന് പറഞ്ഞു. വണ്ടി മാറ്റിക്കണ്, പക്ഷേ 1 സൈഡ് വണ്ടി പോകണുള്ളൂ. അപ്പോൾ 7-ാം വളവിലാണ് നമ്മളുള്ളത്. അങ്ങനെ അരിച്ചരിച്ചിങ്ങനെ ഇറങ്ങുന്നുണ്ട്. 6-ാം വളവ് എത്താനായി. 6-ാം വളവിൽ ചിലപ്പോൾ വണ്ടി മറിഞ്ഞാണ്. 6-ാം വളവിൽ ഇപ്പോൾ 2 ഭാഗത്തേക്കും ബ്ലോക്കായി. ഇതാണ് വണ്ടി. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ കഴിച്ചിലായി പോവാണ്. മേപ്പെട്ട് ബ്ലോക്കിലാണ് ഫുള്ളായിട്ട്. 1 സൈഡ് ബ്ലോക്ക് കിടക്കാണ്. എങ്ങോട്ടില്ല ബ്ലോക്കാണത്. മേപ്പെട്ട് കയറുന്ന ബ്ലോക്കാണ്.
അതിൻ്റെ ഇടയിൽ ഒന്നാം വളവില് ഒരു ലോറി കംപ്ലൈന്റ് ആണ്. അടിവാരം അടിവഞ്ചി താമരശ്ശേരിക്ക് എത്തിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് നമ്മളെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. പാരിസൺസ് മില്ലാണ്, മൈദ മില്ലാണ്. നമ്മൾ തൂക്കണം, ബ്രിഡ്ജിൽ കയറ്റി തൂക്കണം. എന്നിട്ട് ഞാൻ എവിടെ ഇറക്കാനുള്ളതെന്ന് അറിയില്ല. മുമ്പിലൊരു വണ്ടി ബ്രിഡ്ജ് ഉണ്ടാതെ ഇറങ്ങണം. അപ്പോൾ നമ്മൾ പായൊക്കെ കഴിച്ചുകൊണ്ട് ലോഡ് ഇറക്കണ പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. വേറെ 2 കണ്ടെയ്നർ ഉണ്ട് ഇവിടെ. നമ്മൾ നല്ല ഇറക്കി കയറ്റിയോണ്ടേ കൂടുതൽ ടണ്ണ് 20 ടണ്ണ് ഏറെ കയറിയിട്ട് നമ്മൾ കുറച്ച് ചാക്ക് ഇറക്കിന്, 20 ചാക്ക് ഇറക്കിന്. പിന്നായിട്ട് കയറ്റി പിന്നെ ആ കാരണത്താലേ നമ്മൾ അട്ടിയൊന്നും ഒരു ക്ലിയർ ആയില്ല. അട്ടൊക്കെ പൊളിഞ്ഞടി കയറുമ്പോൾ നിൽക്കാനും പായ് കഴിച്ചപ്പോൾ തന്നെ ചാടി. അപ്പോൾ അവിടെ കണ്ടെയ്നറത്തെ ലോഡ് ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പണി കിട്ടിയിരിക്കുന്നു. പണി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവരെ ഇത് സാമ്പിള് കൊടുത്തിട്ടുണ്ട്. ഇനി സാമ്പിൾ ടെസ്റ്റൊക്കെ നടത്താണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റ് രാവിലെ നടത്തുള്ളൂ. ഇനി രാവിലെ 9 മണിക്ക് ടെസ്റ്റ് നടത്തി 4 മണിക്കൂർ അതിൻ്റെ ടൈം ടെസ്റ്റിന്. അപ്പോൾ ടെസ്റ്റ് 4 മണിക്കൂർ കഴിഞ്ഞ് 1 മണിയാവും ടെസ്റ്റ് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കുള്ളൂ. ഇതാണിപ്പോൾ ഇന്ന് ഇന്നലെ കാർഡ് കിട്ടാത്തതുകൊണ്ടുള്ളൊരു പണിയാണത്. അപ്പോൾ അങ്ങനെ ഇന്നലെ കാർഡ് കിട്ടിയിരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഇറക്കിന് പോയി. ഇന്നലെ കാർഡ് കിട്ടിയാൽ ഇന്ന് രാവിലെ ടെസ്റ്റിനെ കൊടുത്തുകൊണ്ട് അങ്ങനെ നടന്നിന്. ഇന്നിപ്പോൾ നാളെ ഇറക്കുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ കിടക്കണം. ആ കാർഡ് കയറിയിരിക്കണ കാർഡ് കിട്ടിയപ്പോൾ സംഗതി നടന്നിന്. നോക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ലോറിപ്പണി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ വയനാട്ടിൽ നിന്ന് കഴിച്ച് പോകുന്നതാണ്. സമയം 3:45. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി കാലിയായിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ കടന്നു ടെസ്റ്റൊക്കെ കിട്ടാൻ. ഇറക്കാൻ ആകെ 15 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ലോഡ് ഇറക്കി കഴിഞ്ഞ് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. തൂക്ക സീറ്റ് വാങ്ങണം. തൂക്ക സീറ്റ് വാങ്ങിയിട്ട് നമുക്ക് ലോഡ് കയറ്റി അങ്ങോട്ട് വിട്ടുകൊടുക്കണം. അപ്പോൾ നമുക്ക് വാടക അപ്പോഴേ വരുള്ളൂ. വാടക നമുക്ക് ലോഡ് കയറ്റി അവിടെ നിന്നാണ്, നാഗ്പൂരിൽ നിന്നാണ് വാടക തരാറ്. നമ്മൾ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങാണ്. പാരിസൻ്റെ വണ്ടികളാണ് വഴി നിറച്ച്. ഇന്നത്തെ ഡ്രൈവറില്ല. അവിടെ ഒരു വണ്ടി, ഇവിടെ ഒരു വണ്ടി. സെക്യൂരിറ്റിക്ക് പ്രശ്നമാണ്. വണ്ടി റോഡ് സെക്യൂരിറ്റിനെ എത്തിക്കണ്ടല്ല. റോഡ് ബ്ലോക്കാണ്, കാരണം നോക്കാൻ ഓനാണ് വണ്ടിക്കാരൻ ചീത്ത. അപ്പോൾ പുറത്തേക്ക് പോട്ടെ. അത് നേരെ നാട്ടിൽ കാറുകൾ പോരാറുണ്ട്, ശ്രദ്ധിച്ചിട്ടായിരിക്കോ. അപ്പോൾ നമ്മൾ ഹൈവേയിലാണ്. ടോള് പണിയാണ്, ടോള് പണി. ടോള് മുക്കുമ്പോഴേ ഒന്നൊരു സൈഡിലും ഒന്നൊരു സൈഡിലും അത് നല്ലൊരു കാര്യം കേട്ടോ. ഇത് ഇപ്പം ഒന്ന് കണ്ടില്ലേ, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ, ഇത് വേറെ. 2 ഭാഗത്തേക്കും 2 ഭാഗത്തായിട്ട് ടോള് തന്നെ. അതേമാതിരി ഉണ്ടാക്കിയാൽ വരുന്ന മായത്തെ ടോളും മായിൽ കൊണ്ടുപോയിക്കാണ്ട് വെച്ചിട്ട് പെട്ടെന്ന് പോയി കണ്ടിട്ട് ഇടുങ്ങാണ്, ട്രാക്കില്ലാതെ. ഇതൊരു സൈഡിലുള്ള ടോളും മറ്റേതൊരു സൈഡിലുള്ള ടോളും. അപ്പോൾ നമ്മളെ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ലോഡ്, പുതിയൊരു ലോഡും പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.